ഹായ് എവരിവൺ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ ഉള്ളത് ഒലയ സ്ട്രീറ്റിലാണ്, ദഹ്റാനിലെ ഒലയ സ്ട്രീറ്റിലാണ്. വൈകുന്നേരം 5 മണി കഴിഞ്ഞു. ഇപ്പോൾ ഇവിടെ ചൂട് തുടങ്ങിയിട്ടുണ്ട്. പകൽ ഏകദേശം 40 ഡിഗ്രിക്ക് മുകളിൽ ഇപ്പോൾ ചൂട് ഉണ്ട്. ഒരു വൈകുന്നേരം ഒരു 4 മണിയൊക്കെ കഴിയുമ്പോഴാണ് ചൂടൊക്കെ ഒന്ന് കുറയുന്നത്. പകൽ പുറത്തിറങ്ങാൻ പറ്റില്ല. ഇവിടെ ചൂട് തുടങ്ങിയിട്ടേ ഉള്ളൂ. ചൂടിൻ്റെ പീക്ക് ആവുന്നേ ഉള്ളൂ. 55, 54, 55 ഡിഗ്രി വരെയൊക്കെ വരും. ആ സമയത്തൊന്നും ഒട്ടും നമുക്ക് പുറത്തിറങ്ങാൻ കഴിയില്ല. ഇപ്പോഴേ പറ്റുന്നില്ല. ഇതാണപ്പോൾ ഒലയ സ്ട്രീറ്റിലുള്ള കാഴ്ചകൾ. ഇപ്പോൾ വൈകുന്നേരം ആയതുകൊണ്ട് ചൂട് കുറവാണ്. അപ്പോൾ ആളുകളൊക്കെ പുറത്തോട്ട് ഇങ്ങനെ ഇറങ്ങി തുടങ്ങിയിട്ടേ ഉള്ളൂ. കാണുന്ന ഒരു ബിസിനസ് ടവറാണ്. അവിടെ ഒരുപാട് ഓഫീസുകളും ഇതൊക്കെ ആ ബിൽഡിങ്ങിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ ഒലയ സ്ട്രീറ്റിൽ ടൊയോട്ട സിഗ്നൽ എന്ന് പറഞ്ഞാൽ ഇതൊരു സിഗ്നലാണ്. ഇവിടെ ടൊയോട്ടയുടെ ഒരു ഷോറൂമുണ്ട് ഇവിടെ. അതുകൊണ്ട് ഇവിടെ ടൊയോട്ട സിഗ്നൽ എന്നാണ് പറയുന്നത്. ഇതാണ് ടൊയോട്ടയുടെ ഷോറൂം. അത്യാവശ്യം വലിപ്പമുണ്ട്. നമ്മുടെ നാട്ടിലത്തെ അത്ര ഷോറൂമിൻ്റെ അത്ര വലിയ വലിപ്പമൊന്നുമില്ല സംഭവം. പക്ഷെ ഇവിടെ ദിവസവും നല്ല രീതിയിൽ സെയിൽ നടക്കുന്നുണ്ട്. നല്ല ഭംഗിയുണ്ട് ഈ ബിൽഡിങ്. ഒരു റൗണ്ടിലാണ് ഇതിൻ്റെ ഷോറൂമിൻ്റെ ഫ്രണ്ട് വരുന്നത്. അവിടെയാണ് അവർ വാഹനങ്ങളൊക്കെ ഡിസ്പ്ലേ ഒക്കെ വെച്ചിട്ടുണ്ട്. ഈ ഭാഗമൊക്കെ അതിൻ്റെ സ്പെയർ പാർട്സ് ആ ഒരു ഏരിയയൊക്കെയാണ്. ഇതാണ് നേരത്തെ കണ്ട ബിസിനസ് പാർക്ക്, പ്രിൻസ് സൗത്ത് ബിൻ നൈഫ് പാർക്ക്. അടിപൊളി ഒരു ബിസിനസ് പാർക്കാണ്. ഇതിൻ്റെ ക്യാമ്പസ് അവർ വളരെ നന്നായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു ഇതുണ്ട്, ഒരുപാട് ഗാർഡൻ, അതുപോലെ വാട്ടർ ഫൗണ്ടൻ, ഒരുപാട് മരങ്ങൾ ഒക്കെ സെറ്റ് ചെയ്ത് വളരെ ഭംഗിയാണ്. അത് ഈ ഗാർഡനിലേക്ക് നമുക്ക് ഫ്രീ എൻട്രി ആണ്, ആർക്കും എൻട്രി ചെയ്യാം. 24/7 അതങ്ങനെ ഓപ്പൺ ആയിട്ട് അവർ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ഈ ബിസിനസ് പാർക്കിൽ ഒരുപാട് ഇൻ്റർനാഷണൽ കമ്പനികളൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട്. ദഹ്റാൻ ശരിക്കും ഇവിടെ ഈ ദഹ്റാൻ സിറ്റി ഇവിടെ പെട്രോളിയം ബേസ്ഡ് ആയിട്ടുള്ള ഒരുപാട് കമ്പനികൾ, അത് എസ്പെഷ്യലി അരാംകോൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് ഇവിടെയാണ്, ഈ ദഹ്റാനിലാണ് സ്ഥിതി ചെയ്യുന്നത്. ദഹ്റാൻ ഒരു മെട്രോപൊളിറ്റൻ സിറ്റിയാണ്. ഇവിടെ ഒരുപാട് ഇത് അൽജനൂബിയ എന്ന് പറഞ്ഞൊരു സ്ട്രീറ്റാണ്. ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞു വെച്ചാൽ ഈ ഒരു സൈഡിൽ അംവാജ് മാൾ എന്ന് പറഞ്ഞിട്ടുള്ള വലിയൊരു പ്രോപ്പർട്ടി, അതായത് ഷോപ്പിംഗ് സമുച്ചയം ഇവിടെ ഉണ്ട്. ഒത്തിരി നീളമുണ്ട് അങ്ങോട്ട്. അതിൻ്റെ ഏറ്റവും എൻഡിൽ ഐക്കിയാണ്. റോഡിന് ഓപ്പോസിറ്റ്
കോബാർ ഈസ്റ്റേൺ പ്രൊവിൻസിൽ തന്നെ ഏറ്റവും വലിയ മാളായിട്ടുള്ള മാൾ ഓഫ് ദഹ്റാൻ, ഇതും ഇവിടെ തന്നെയാണ്. റോഡിന് അപ്പുറം അപ്പുറമാണ് 2 മാളുകളും സ്ഥിതി ചെയ്യുന്നത്. ഈ മാള് തുടങ്ങുന്നത് ഇവിടെ സൗദിയിലെ ഫേമസ് ആയിട്ടുള്ള അൽബൈക്കാണ്. ഇവിടെ ഫുൾ ടൈം തിരക്കാണ്. എപ്പോൾ നോക്കിയാലും ക്യൂ ആയിരിക്കും ഉള്ളിൽ. സാധനങ്ങൾ ഇപ്പോഴും ഉള്ളിൽ വളരെ വലിയ തിരക്കുണ്ട്. അതൊക്കെ ഇതിൻ്റെ പാർക്കിങ്ങാണ്. അതാണ് നമുക്ക് ഫ്ലൈറ്റ് പോകുന്നുണ്ട്. അവിടെ ദമാമക്ക് ഡൊമസ്റ്റിക് എയർപോർട്ട് അടുത്താണ്. എത്രത്തോളം കാണുന്നു. ഇപ്പം ആ മരങ്ങളുടെ ഇടയിൽ മറിഞ്ഞു. ഡൊമസ്റ്റിക് എയർപോർട്ട് ഇവിടെ അടുത്താണ്. ഇതാണ് അംവാജ് മാൾ. അതിൻ്റെ പാർക്കിങ്ങാണ് ഈ കാണുന്നതൊക്കെ. ഇവിടെ വൈകുന്നേരങ്ങളിൽ നല്ല തിരക്കാണ്. ഇവിടുത്തെ ആളുകളൊക്കെ അവരുടെ സമയം, കാരണം ഇതിന് ഉള്ളിലൊക്കെ ഒരുപാട് എൻ്റർടൈൻമെൻറ്റ് ആക്ടിവിറ്റീസൊക്കെ ഉണ്ട്. കാരണം ഈ ചൂടത്ത് ഇവർക്ക് ഏകാശ്രയം ഇതുപോലെ മാളുകൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. ഇവിടെ വേറെയും ഒരുപാട് ആക്ടിവിറ്റി സെൻ്ററുകളുണ്ട്. പക്ഷേ ഫാമിലിയൊക്കെ ആയിട്ട് കൂടുതൽ ആളുകൾ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലേ വരുന്നു. എസ്പെഷ്യലി ഇവിടെ കുട്ടികൾക്കൊക്കെ ഒരുപാട് എൻ്റർടൈൻമെൻറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ ബിസി ആയി തുടങ്ങുന്നേ ഉള്ളൂ. ഷൂട്ടിങ് കഴിയുമ്പോഴത്തേന് ഇവിടെയൊക്കെ പാർക്കിംഗ് ഒക്കെ ഫുള്ളാവും. പിന്നെ ഇവിടെ റോഡിൻ്റെ ഇരുവശങ്ങളൊക്കെ വളരെ ഭംഗിയായിട്ട് ലാൻഡ്സ്കേപ്പ് ചെയ്തിട്ട് മരങ്ങളൊക്കെ വെച്ച് പിടിപ്പിച്ച്, ചെടികൾ വെച്ച് പിടിപ്പിച്ച്, അത് പ്രോപ്പറായിട്ട് അവർ അതിനു വേണ്ട വെള്ളം, മീൻസ് ഇറിഗേഷനൊക്കെ പ്രോപ്പറായിട്ട് ചെയ്ത് ഒക്കെ വളരെ ഭംഗിയായിട്ട് ഇവർ പരിപാലിച്ചിട്ടുണ്ട്. അത് അവർ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. കാരണം മരുഭൂമിയാണ്, വെള്ളമില്ല. അപ്പോൾ ഇവരതൊക്കെ ഒരു വെള്ളം ഫെസിലിറ്റി എല്ലാം പ്രൊവൈഡ് ചെയ്ത് വളരെ ഭംഗിയാക്കിയിട്ട് എല്ലാം നിലനിർത്തി കൊണ്ടുപോകുന്നുണ്ട്. ഇതാണല്ലേ ഇതിൻ്റെ ഫ്രണ്ടിൽ ഇവിടെ ഒരു ഗാർഡനൊക്കെ അവർ ഇതുപോലെയൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പറയുമ്പം മരുഭൂമിയാണ്, ഇതൊന്നും ഇവിടെ ഉണ്ടാവാത്തതാണ്. പക്ഷെ അതൊക്കെ ഒരു പ്രയത്നം കൊണ്ട് ഇവർ ചെയ്തെടുത്തതാണ്. കുറച്ച് മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ കോബാറിലെ ഐക്യ ഷോറൂമുണ്ട്. വളരെ വലിയൊരു ഷോറൂമാണ്. അവിടെ അത്യാവശ്യം നല്ലപോലെ എല്ലാ ദിവസങ്ങളിലും തിരക്ക് ഉണ്ടാവാറുണ്ട്. അവിടെ ഒരുപാട് കളക്ഷൻസ് നല്ല രീതിയിൽ അവർ ഷോറൂം സെറ്റ് ചെയ്തിട്ടുണ്ട്. കാണാനും ഭംഗിയാണ്. ഫ്രണ്ടിൽ കാണുന്ന ബോർഡ് ഇവിടുത്തെ ഗേറ്റ് നമ്പേഴ്സ് എഴുതിയിട്ടുള്ള ബോർഡാണ്. ഒന്നിപ്പോൾ കഴിഞ്ഞു, ഇതിപ്പോൾ അടുത്താണ്. 4, 5, 6, 7 ആ ഗേറ്റിലേക്കുള്ള എൻട്രൻസ് ആണിത്. നേരെ മുമ്പിലൊരു കഫേ കാണുന്നുണ്ട്. തുലും എന്ന് പറഞ്ഞിട്ടൊരു കഫേ, ഡ്രൈവ് ത്രൂ ആണ്. വളരെ ഭംഗിയായിട്ട് അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു സൈഡിൽ ഡ്രൈവ് ത്രൂ, അതിൻ്റെ റൂഫ് ടോപ്പിൽ ഡൈനിങ് ഒക്കെ കൊടുത്തിട്ട് ഒരു മാളിൻ്റെ പാർക്കിങ്ങിൽ ഇവർ വളരെ ഭംഗിയായിട്ട് ആളുകൾക്ക് പെട്ടെന്ന് ആക്സസ് ചെയ്യാനൊക്കെ പറ്റിയ രീതിയിൽ ചെയ്തിട്ടുണ്ട്.
ഇത് രാത്രി ഭയങ്കര രസമാണ്, കാരണം ഒന്നും കൂടി മുകളിൽ ലൈറ്റ് സെറ്റപ്പ് ഒക്കെ ചെയ്ത് ഇപ്പോൾ വൈകുന്നേരം ആവുന്നേ ഉള്ളൂ, ഇരുട്ടാവുന്നേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഇപ്പോൾ വൈകുന്നേരങ്ങളിൽ ചൂട് അധികം ഇല്ലാത്തതുകൊണ്ടൊക്കെ ഓപ്പൺ എയറിലൂടെ ഇരുന്ന് ഫുഡൊക്കെ കഴിക്കുക, അതിൽ പ്രശ്നമൊന്നുമില്ല. അല്ല ചൂട് കൂടുമ്പോൾ ബുദ്ധിമുട്ടാണ്. ഇവിടെ എന്താണെന്ന് വെച്ചാൽ ഇവർ ഇഷ്ടംപോലെ ചെടികൾ ഇതെല്ലാം വെച്ച് പിടിപ്പിച്ച് മനോഹരമാക്കിയിട്ടുണ്ടെന്നാണ് ആ കഫേ. അവിടെ കുറച്ച് മുമ്പോട്ട് പോയൊരു സിഗ്നലുണ്ട്, റോഡ് ക്രോസ് ചെയ്ത് പോകുന്നുണ്ട്. മുമ്പിൽ കാണുന്നതാണ് ഐക്യ, കൊബാറിലെ ഐക്യ. ഇത് ഈ അംബാജി മാളിൻ്റെ ലാസ്റ്റ് ഭാഗമാണ്. ഇവിടെ ഒരുപാട് കഫറ്റേരിയകളുണ്ട്, അതുപോലെ ബർഗറിൻ്റെ ഷോപ്പുകളുണ്ട്, റെസ്റ്റോറൻ്റ് ഉണ്ട്. അവരുടെ ഏരിയ നല്ല വൈകുന്നേരം നല്ല ബിസി ഉണ്ടാവുന്ന ഒരു ഏരിയയാണത്. പിന്നെ അവിടെ ഒരു ഡ്രസ്സിൻ്റെ ക്ലോത്തിൻ്റെ ഷോറൂമുണ്ട്. ഈ മുമ്പിൽ കാണുന്നതാണ് കൊബാറിലെ ജെറിയർ ബുക്ക് സ്റ്റോർ, ഒരു ജെറിയർ ബുക്ക് സ്റ്റോർ വേറെ ഉണ്ട് കേട്ടോ. അവിടെ ജെറിയർ ബുക്ക് സ്റ്റോർ ദഹ്റാനിലുള്ളതാണിത്. ഇവിടെ പിന്നെ ദഹ്റാനിൽ അറാംകോയുടെയൊക്കെ ഹെഡ് ക്വാർട്ടേഴ്സൊക്കെ ഉള്ളതുകൊണ്ട് ഇവിടെ ഒരുപാട് വിദേശികളും സ്വദേശികളും കൂടുതൽ അറാംകോ ബേസ്ഡ് ആയിട്ടുള്ള ഒരുപാട് ആളുകൾ ഇവിടെ ജോലി ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഈ ഏരിയയിൽ അവരുടെയൊക്കെ താമസിക്കുന്നതൊക്കെ ഈ ഒരു ഏരിയയിൽ തന്നെയാണ്. കൂടുതലും ഫാമിലീസാണ്. അപ്പോൾ വിദേശികളായാലും പിന്നെ ഇവിടുത്തെ തദ്ദേശീയരൊക്കെ ആയാലും ഒക്കെ എല്ലാം ഇവിടെ പോഷ് ഏരിയയാണ്. ഇവിടെ അത്യാവശ്യം റിച്ച് ആയിട്ടുള്ള ആളുകളാണ് ഇവിടെ കൂടുതൽ താമസിക്കുന്നത് ഈ ഒരു ഏരിയ. ഇതിൻ്റെ ബാക്കിൽ നമുക്ക് അങ്ങോട്ട് പോവാം. അവിടെ ഒത്തിരി വില്ലാസ്, ഇവിടത്തേക്ക് വില്ലാസ് കാണാൻ തന്നെ ഭംഗിയാണ്. ഒക്കെ നിരനിരയായിട്ടൊക്കെ ഭംഗിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതാണ് ഇവിടുത്തെ റെസ്റ്റോറൻറ്റ്, ഒരു അറബിക് റെസ്റ്റോറൻറ്റാണ്. അവിടെ ദൂരെ ഓപ്പോസിറ്റ് കാണുന്ന ആ ഒരു ഗ്രൗണ്ടിൽ ഒരു ഫെസ്റ്റിവൽ നടക്കുന്നുണ്ട്. ഇതിന് സ്റ്റാർട്ട് ചെയ്തതാണ്. ഏകദേശം ഒരു മാസം കൂടി ബാക്കിയുണ്ട് തോന്നുന്നു. നമ്മളെ നാട്ടിലെ പോലെ തന്നെ സർക്കസ്, എല്ലാവിധ ആക്ടിവിറ്റീസ്, കുട്ടികൾക്കുള്ള എൻ്റർടൈൻമെൻറ്റുള്ള ആക്ടിവിറ്റീസ്, അതുപോലെ ഫുഡ് കോർട്ട്, ഓരോ രാജ്യത്തിൻ്റെ ഫുഡ് കോർട്ട്, അങ്ങനെയുള്ള കുറേ സംഭവങ്ങളൊക്കെ ആയിട്ട് അവിടെ അതും ഈ പറഞ്ഞ പോലെ വൈകുന്നേരം 5 മണി തൊട്ടിട്ട് രാത്രി 12 മണി വരെയാണ് അതിൻ്റെ ടൈമിങ്. കാരണം ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഏകദേശം വൈകുന്നേരങ്ങളിലാണ് ഇവരൊക്കെ പുറത്തിറങ്ങുന്ന ആളുകൾ. അതിപ്പോൾ ഏകദേശം അവിടെ അങ്ങനെ ഓപ്പണായിട്ടുണ്ട്, തുടങ്ങിയിട്ടുണ്ട് പരിപാടി. ഇപ്പോൾ ഏകദേശം ഒരു 5:30 കഴിഞ്ഞിട്ടുണ്ട്.
ഇവിടെ ഇവിടെ അടിപൊളിയായിട്ടൊരു ടെൻറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് കാർ പാർക്കിംഗ് ചെയ്തതാണ്. വളരെ ഭംഗിയായിട്ടുണ്ട്. നല്ല ഹൈറ്റ് ഉണ്ട് കേട്ടോ. അത് ഒരു നമ്മുടെ പായക്കപ്പലിൻ്റെയൊക്കെ പായ വലിച്ചു കെട്ടിയ പോലെ. അതിൻ്റെ താഴെയൊക്കെ പാർക്കിംഗ് ആണ്. അതും ഐക്യ പോലെ തന്നെ തൈബ ഫർണിഷിംഗ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു സ്ഥാപനമാണ്. നമ്മൾ ആ ടെൻറ്റിൻ്റെ അടുത്ത് വരുമ്പോൾ അത് എത്ര വലുതാണെന്നുള്ളത് അടുത്തെത്തിയാലാണ് മനസ്സിലാവുക. ഉണ്ടല്ലേ, അതിന് താഴെ എത്രയോ കാറുകൾ പാർക്ക് ചെയ്തിട്ടുണ്ട്. ഇത്രയും വലിയൊരു ടെൻറ്റാണ് അത് ചെയ്തിട്ടുള്ളത്. അതൊരു ഷോപ്പിംഗ് മാളിൻ്റെ മുമ്പിലാണ് കേട്ടോ. ഡിസൈൻ വളരെ ഭംഗിയായിട്ടുണ്ട് ചെയ്തത് കാണാൻ. നമ്മൾ വളരെ ദൂരെ തന്നെ അത് വളരെയധികം ശ്രദ്ധിക്കപ്പെടും. ഇതല്ലേ, നല്ല ഹൈറ്റ് ഉണ്ട്. ഇതിപ്പോൾ പണി കഴിഞ്ഞൊരു പുതിയ വീടാണ്. ഇവിടുത്തെ താമസം തുടങ്ങിയിട്ടില്ല തോന്നുന്നു. കാരണം അതിൻ്റെ വർക്ക് എന്തൊക്കെ കഴിയാനുണ്ട്, അടഞ്ഞിട്ട് കിടക്കുന്നുണ്ട്. ഇവിടെയൊക്കെ കണ്ടോ പണി നടക്കുന്ന വീടുകൾ, എല്ലാം വലിയ വലിയ വീടുകൾ കേട്ടോ. ഇവിടെ നിന്ന് അങ്ങോട്ടൊക്കെ വീടുകൾ തന്നെയാണ്. ഇത് കണ്ടല്ലേ, റോഡിൻ്റെ മധ്യത്തിൽ ഈന്തപ്പനുണ്ട്, പൂക്കളുള്ള ചെടികൾ വെച്ചിട്ടുണ്ട്. പിന്നെ റോഡിന് അപ്പുറം കാണില്ല, മതിലിൻ്റെ അപ്പുറത്ത് അവരൊരു എന്ത് മരമെന്നറിയില്ല, പക്ഷെ അത് വർഷം മൊത്തം അങ്ങനെ പച്ചപ്പ് നിൽക്കുന്നൊരു മരമാണ്. അപ്പോൾ അവർ ആ കാര്യങ്ങളിൽ ഗ്രീനറി നിലനിർത്താൻ പരമാവധി അവർ ശ്രദ്ധിക്കുന്നുണ്ട്. അതൊക്കെ പണി നടക്കുന്ന കേട്ടോ വീടുകളൊക്കെ. ഇവിടെയൊക്കെ പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്, പുതിയ വീടുകളാണ്. ഇതിങ്ങനെ ഓരോ ഏരിയയിലേക്ക് ഇവരിങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് ഇങ്ങനെ കൊണ്ടുവരികയാണ് വീടുകളൊക്കെ. ഇതാ ഒരു വീടിൻ്റെ ഫ്രണ്ട് വശമാണിത്. ഇത് വാഹനങ്ങൾക്ക് പോകാനുള്ള ഗേറ്റ്, അപ്പുറത്തെ ആളുകൾക്ക് പോകാനുള്ള ഗേറ്റ്. ഏകദേശം 2 ആളെ പൊക്കത്തിലാണ് ഗേറ്റ് ഉള്ളത്, ഗേറ്റും മതിലൊക്കെ ഉള്ളത്. ഇത് കണ്ടോ, വീട് നമ്മൾ ജസ്റ്റ് വീടിന് ടോപ്പ് മാത്രമേ കാണുള്ളൂ. ആ ഒരു രീതിയിലാണ് ഇവിടെയൊക്കെ ഇപ്പോൾ പണി നടക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ ഫെൻസിങ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഈ ഭാഗത്തേക്കൊക്കെ അവരിങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് കൊണ്ടുവരികയാണ് വീടുകളൊക്കെ. ഇതൊക്കെ ഇവിടെയൊക്കെ പണി നടക്കുന്ന വീടുകളാണ് കൂടുതലും. ഈ സ്ട്രീറ്റ് അങ്ങോട്ട് പോകുന്നുണ്ട്, അവിടെയൊക്കെ ഇതേപോലെ തന്നെയാണ് വീടുകൾ പണി നടക്കുകയാണ്. അങ്ങ് ദൂരെ വരെയൊക്കെ പണി നടക്കുകയാണ്. ഇതാണ് ഇവിടുത്തെ മണ്ണ്. മണലുമല്ല മണ്ണുമല്ല, അതുപോലൊരു സാധനമാണ്. നമ്മുടെ നാട്ടിലെ ചെകിടിയുടെ ഒക്കെ ഒരു കളറാണ്, പക്ഷേ അസിഡിറ്റി വളരെ കൂടുതലുള്ളൊരു സാധനമാണ് ഇവിടുത്തെ മണ്ണെന്ന് പറയുന്നത്. പെട്രോളിയുള്ള മണ്ണല്ലേ, അതിൻ്റെ ഒരു ഇതുണ്ടാവും. ഇതാണ് ഇവിടുത്തെ മണലിട്ട് ഈ ഫ്രണ്ടിൽ കിടക്കുന്നത്. അതുണ്ട്, ഇതിപ്പോൾ ഇവിടുന്ന് ഒഴിവാക്കി കൊടുത്തിട്ടാണ്, ഇതിന്ന് ഇവിടുന്ന് മാറ്റാനുള്ളതാണ്. ഒരു വലിയ കൂനയാണ്. ഇതിപ്പോൾ ഏകദേശം പണി കഴിയാറായ ഒരു വീടാണിത്.
ഇവിടുത്തൊക്കെ ഇതൊക്കെ പണി കഴിഞ്ഞൊരു വീടാണിത്. എല്ലാം മോഡേൺ ആർക്കിടെക്ചർ ശൈലിയിൽ നിർമ്മിച്ച വീടുകളാണ്. ഇപ്പോഴത്തെ വീടുകളൊക്കെ അങ്ങനെയാണ്. ഇത് വേറൊരു സ്ട്രീറ്റാണ്. ഇവിടെയും ഫുള്ള് വീടുകൾ, ഇരുവശവും നിറച്ച് വീടുകൾ. ഇവിടുത്തെ പ്രത്യേകത എന്താ വെച്ചാൽ വളരെ ഭംഗിയായിട്ട് ഇവർ എല്ലാം ചെയ്തിട്ടുണ്ട്. അതായത് റോഡിൻ്റെ ഇരുവശങ്ങളുണ്ട്, വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ടുണ്ട്. എല്ലാം നല്ല ഭംഗിയിലാണ് പാർക്ക് ചെയ്തിട്ടുള്ളത്. പിന്നെ വീടുകളൊക്കെ നല്ല വൃത്തിയിലാണ് എല്ലാം ചെയ്തിട്ടുള്ളത്. ഒരു അഴുക്കോ വേസ്റ്റോ മാലിന്യങ്ങളോ ഒന്നും എവിടെയില്ല. പിന്നെ ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒരാളെയും പുറത്ത് കാണില്ല, എല്ലാവരും ഉള്ളിലായിരിക്കും. ഇതാണ് ഇവിടുത്തെ വേസ്റ്റ് എടുക്കുന്ന വണ്ടി. ഒരു മലയാളിയെ കണ്ടതാ. ഇവിടെ മലയാളികൾ ഒത്തിരി പേര് ഹൗസ് ഡ്രൈവർമാരായിട്ട് ജോലി ചെയ്യുന്നുണ്ട് ഇവിടുത്തെ വീടുകളിലൊക്കെ. അപ്പോൾ പുള്ളി വീഡിയോയിൽ കാണിക്കണ്ടെന്ന് വെച്ചു, അതാ പറ്റി. ഇതെല്ലാം അറബ്സിൻ്റെ വീടുകളാണ്. ഇതൊക്കെ ഇവിടുത്തെ ഇതുണ്ട്. ഇത് പഴയ വീടുകളൊക്കെ ഏകദേശം നമ്മുടെ നാട്ടിലെ ഒരു രീതിയിൽ തന്നെ കേട്ടോ, ഓടൊക്കെ മേഞ്ഞ് ആ ഒരു ടൈപ്പിലാണ്. നേരത്തെ കണ്ട മലയാളി നിർത്തിയിട്ടുണ്ട്, വണ്ടി കൊണ്ട് പോവുമായിരുന്നു, നിർത്തിയിട്ടുണ്ട്. വേണ്ടേ, ഞാൻ അങ്ങനെ നടന്നങ്ങനെ പോയിക്കോളാം, കുഴപ്പമില്ല. ഞാൻ വീഡിയോ എടുക്കുന്നുണ്ട്. ഓക്കെ, ശരി. പുള്ളിപ്പോൾ നമ്മൾ വീഡിയോ എടുക്കുന്നുണ്ടപ്പോൾ അതുവരെ കൊണ്ടാക്കണമെന്ന് ചോദിച്ചതാണ്. ഇവിടെ നല്ല മലയാളികൾ ഒത്തിരി പേരുണ്ട്.